ഞാൻ ഇന്നൊരു ചെറിയൊരു കഥ പറയും, ഒരു കുഞ്ഞു കഥ. നമുക്കിപ്പോൾ നൊയമ്പ് സമയമാണല്ലോ. നമ്മൾ നൊയമ്പിൽ ഓരോ ഞായറാഴ്ച സൺഡേയിലെ കുർബാനയ്ക്ക് ഓരോ സൺഡേയും ഓരോ പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ യേശുവിൻ്റെ ഓരോ അത്ഭുതങ്ങളുണ്ട്. നമ്മുടെ ആദ്യത്തെ ഞായറാഴ്ച നൊയമ്പ് തുടങ്ങുന്ന ദിവസം, കാനാവിലെ കല്യാണത്തിൻ്റെ ദിവസം, യേശു വെള്ളത്തിനെ വീഞ്ഞാക്കിയ ദിവസം നമുക്കെല്ലാം അറിയാം. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതമായിട്ട് അതിനെ കണക്കാക്കുന്നത്. അതൊരു കഥ ഞാൻ വായിച്ചത്. അത് പണ്ടെവിടെ നടന്ന സംഭവമാണ്. ആ ദിവസം സൺഡേ സ്കൂളിലത്തെ ഒരു അധ്യാപകൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ഇന്ന് കാനാവിലെ കല്യാണത്തിൻ്റെ ദിവസം, യേശു വെള്ളത്തെ വീഞ്ഞാക്കിയ ദിവസം, നിങ്ങളെല്ലാവരും അടുത്ത ആഴ്ച വരുമ്പോൾ ഒരു അസൈൻമെൻറ്റ് കൊടുത്തു. ഈ കാനാവിലെ കല്യാണത്തിനെ പറ്റി ഒരു സ്റ്റോറിയോ ഒരു പാട്ടോ എന്തെങ്കിലും നിങ്ങളാൽ കഴിയുന്നത്, യേശു കാനാവിലെ കല്യാണത്തെ ചെയ്ത അത്ഭുതത്തെപ്പറ്റി നിങ്ങളൊരു പാട്ടോ സ്റ്റോറിയോ എസ്സേയോ എന്തെങ്കിലും എഴുതിക്കൊണ്ടുവരണം. പിള്ളേർക്കൊരു അസൈൻമെൻറ്റ് കൊടുത്തു. പിള്ളേരെല്ലാം വീട്ടിൽ പോയി. ഒരു സൺഡേ കഴിഞ്ഞ് അടുത്ത സൺഡേ ആണല്ലോ, അടുത്ത സൺഡേ വന്നപ്പോൾ എല്ലാവരും എഴുതിക്കൊണ്ട് പോകും. 1.5 പേജ്, 2 പേജ്, 1/2 പേജ്, 3/4 പേജ്, അങ്ങനെ എല്ലാവരും നിറയെ പേപ്പർ നിറയെ എഴുതിക്കൊണ്ട് വന്നു. ഈ കുഞ്ഞുങ്ങളെല്ലാം സൺഡേ സ്കൂളിൽ വന്ന എല്ലാവരുടെയും പേപ്പർ ഇങ്ങനെ കാണിച്ച് എല്ലാവരും ഇത്രയും നിറച്ച് ഇങ്ങനെ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞ് മാത്രം, ഒരേ ഒരു മോൻ മാത്രം ഒരു ലൈൻ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാം കളിയാക്കി, ഇങ്ങനെയാണെന്നൊരു അസൈൻമെൻറ്റ് എഴുതുന്നത്, നിന്നെ ഇപ്പോൾ സാറ് വഴക്ക് പറയുന്നത് കണ്ടോ, നിന്നെ കളിയാക്കുന്നത് കണ്ടോ, നിന്നെ അങ്ങനെ ചെയ്യുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം നല്ല കോൺഫിഡൻ്റ് ആയിട്ട് വന്നു. അത് കഴിഞ്ഞ് എല്ലാവരുടെയും എല്ലാം അസൈൻമെൻറ്റ്, സ്റ്റോറി എഴുതിയവരുണ്ട്, പാട്ട് എഴുതിയവരുണ്ട്, എസ്സേ മാതിരി എഴുതിയവരുണ്ട്, എല്ലാം ടീച്ചറിൻ്റെ കൊടുത്തു. ഈ കുട്ടി എഴുതിയേക്കുന്ന ഒരു ലൈനിൽ ഈ കുട്ടി എഴുതി കൊടുത്തു. അതിങ്ങനെയായിരുന്നു: വാട്ടർ സോ ഹിസ് മാസ്റ്റർ, ഇറ്റ് ബ്ലസ്ഡ്. വാട്ടർ സോ ഹിസ് മാസ്റ്റർ, ഇറ്റ് ബ്ലസ്ഡ്. വെള്ളം അതിൻ്റെ ഉടയവനെ കണ്ടു, അത് വീഞ്ഞായി ചുമന്ന് നല്ല വീര്യമുള്ള വീഞ്ഞായിട്ട് നിറഞ്ഞു. വെള്ളം അവൻ്റെ ഉടയവനെ കണ്ടു, ഉടയവനെ തിരിച്ചറിഞ്ഞപ്പോൾ വെള്ളം നല്ല വീഞ്ഞായിട്ട് മാറി. ഈ കഥയുടെ സമ്മറി മോറൽ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ മനസ്സിലാക്കി കാണും. നമ്മൾ ഒത്തിരി അങ്ങോട്ട് പരാതിയും പരിഭവവും അതും ഇതും അല്ല പറയേണ്ടത്. നമ്മൾ നമ്മുടെ ദൈവത്തെങ്കിലേക്ക് നോക്കുക, യേശുവിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ബ്ലസ് ആകും. അതാണ് അതിൻ്റെ സമ്മറി. താങ്ക് യു.